ഇനി അടുത്തതായി മാജിക് അവൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സ്പെഷ്യൽ റെസിപ്പി മിൽക്കി മിസ്റ്റ് ചേർത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് ഷേക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. അവർക്ക് ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, വാനില ഉണ്ട്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഒരു സർബത്ത് പോലെ എന്ന് പറയാം, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ചൂടുകാലത്തിന് പറ്റിയതാണ്. അതിൻ്റെ പേര് തന്നെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് എന്നാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഭയങ്കര സ്വാദാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരിക്കിൻ്റെ വെള്ളം 1 കപ്പ്. കരിക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എടുക്കുക. ഒരു ചെറിയ കരിക്കിൽ നിന്നും കിട്ടുന്നതാണ് ഇത് രണ്ടും, ആ ഒരു അളവ്. മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക് 1 കപ്പ്. കറുത്ത കസ്കസ് 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് തയ്യാറാക്കാം അല്ലേ. ഒരു എന്താ പറയുക, ഒരു വാട്ടർമെലൺ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യില്ലേ, അത് ഒരു പാറ്റേൺ ആണ് ഇത്. പക്ഷേ വളരെ വ്യത്യസ്തമാണ്. കാര്യം ഇത് കുറച്ചുകൂടി ഈസിയാണ്. വെറുതെ ഒരു പാല് നമ്മൾ ഒഴിക്കുന്നില്ല, അതിന് പകരം മിൽക്ക് ഷേക്കാണ്, വാനില ഫ്ലേവേർഡ് മിൽക്ക് ഷേക്കാണ്. വാനില മിൽക്ക് ഷേക്ക് മിൽക്കി മിസ്റ്റ് ഇത് വാങ്ങിയാൽ മതി. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കരിക്കേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ബ്ലെൻഡറിലേക്ക് ഒരു കരിക്കെന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രയുണ്ടോ അതിനകത്ത് ഈ കാമ്പ് പോലെ അകത്ത ഭാഗം അതെടുക്കുന്നു. അതിനോടൊപ്പം കരിക്കിൻ്റെ വെള്ളമാണ്, ഏകദേശം 1 കപ്പോളം ഉണ്ട്. ആദ്യം അതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഒരല്പം പീസസൊക്കെ അതിനകത്ത് കിടക്കുന്നത് ഒരു എന്താ പറയുക, അതൊരു സുഖമാണ് കഴിക്കുമ്പോൾ. അതിനകത്തേക്കാണ് നമ്മളിനി മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിനനുസരിച്ചിട്ട് 1 കപ്പോളം ഒഴിക്കും. ഇത് 1 കപ്പ്, 1.5 കപ്പ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് ആഡഡ് ഷുഗറൊന്നും ചേർക്കുന്നില്ല, വേറെ മധുരമൊന്നുമില്ല. ഇതിനകത്തുള്ളൊരു മധുരം മതിയാകും. വീണ്ടും ഒരു ചെറുതായിട്ടൊന്ന് ഒഴിക്കും. ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമ്മൾ കറുത്ത കസ്കസ് സർബത്തിലൊക്കെ കിടക്കുന്നതാണ്. അത് 1 കപ്പ് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് എടുത്ത് വെച്ചിരുന്നു. അത് കുതിർന്ന് ഇങ്ങനെ റെഡി ആയിരിക്കണം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കണം. ഇതിലിപ്പോൾ ഉള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു ഷുഗറാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ എന്താ മിൽക്ക് ഷേക്കിലുള്ളതും പിന്നെ കരിക്കിലുള്ളതും. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി, കരിക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്കാണ് ഇത് ചേർക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഫാസ്റ്റ് അല്ലേ കാര്യങ്ങൾ. ഇതേ ഇത് കുതിർത്ത് ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. കുതിർന്ന് വന്നപ്പോൾ നോക്കിയേ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു. ഇതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷ് വരുന്നത്. നമ്മുടെ കറുത്ത കസ്കസ് സെറ്റ് റെഡി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നല്ല തണുപ്പിച്ച് കഴിക്കാം, നല്ല ചിൽഡായിട്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു സമയത്ത് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സ്വന്തമായിട്ട് കഴിക്കുക, വീട്ടുകാർക്ക് കൊടുക്കുക, പിന്നെ വരുന്ന അതിഥികൾക്കും വിളമ്പാം. ഈ ഒരു ചൂട് സമയത്തേക്ക് പറ്റിയതാണ് സമ്മർ ഡ്രിങ്ക്. ഏകദേശം ഈ ഒരു അളവിലുള്ള ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് നിറച്ച് കുടിക്കാനുണ്ടാകും. പിന്നെ നല്ല തണുപ്പിച്ച് കഴിക്കാൻ മറക്കണ്ട. ഇതൊരു വ്യത്യസ്തമായൊരു ഫീലാണ് ഈ ഒരു ഡ്രിങ്ക്. കാര്യം ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെയും വാനിലയുടെയും ആ ഒരു പാലിൻ്റെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ നല്ല തണുപ്പിച്ച് കഴിക്കുക. അപ്പോൾ ഇതിലിനി പ്രത്യേകിച്ച് ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഒരു ഷേക്സോ അല്ലെങ്കിൽ ഡ്രിങ്കൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് വാനില ഐസ്ക്രീമൊക്കെ അല്ലേ ഇടുന്നത്. ഇപ്പോൾ ഐസ്ക്രീമിന് പകരമാണ് നമ്മളിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് ഷേക്ക്, വാനില മിൽക്ക് ഷേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ വേ. ഇത് ഒരു പാക്കറ്റ് പൊട്ടിച്ചതിൽ നിന്ന് ഞാൻ 1 ഗ്ലാസ്സേ എടുത്തിട്ടുള്ളൂ. നമുക്കിതുപോലെ ഒരു 3 കപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇത് 1 കപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മളുടെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് റെഡി. ഇനി ഈ ചൂടുകാലത്ത്, ഇപ്പോൾ ചൂടുകാലമൊക്കെ കഴിയാറായി വരുന്നു, എങ്കിലും ഈ ചൂടുകാലം ഇപ്പോൾ വേനൽ മഴ മാത്രമല്ലേ ഉള്ളൂ, ചൂട് കൂടുതലുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കി കഴിക്കാം. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ടെൻഡർ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കരിക്കിൻ്റെ വെള്ളമുണ്ട്, അതിൻ്റെ അകത്തുള്ള കാമ്പ് ഭാഗമുണ്ട്, പിന്നെ ഇത് കൂടാണ്ട് മിൽക്ക് ഷേക്ക് എന്നുള്ള നിലയ്ക്ക് അതിൽ പാല് വരുന്നുണ്ട്. മധുരം വേണമെങ്കിൽ ചേർക്കാം എക്സ്ട്രാ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കറുത്ത കസ്കസും ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടീസൊക്കെ ധാരാളം.
അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ്, ഒരു ലെമൺ ഉപ്പുമാവ് വിത്ത് ഇടിയപ്പം, ഒരു ലെഫ്റ്റ് ഓവർ ഇടിയപ്പം വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ അതുണ്ടാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചതും അതിനെക്കാട്ടിലും സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളുടെ ടെൻഡർ കോക്കനട്ട് മുഹബത്ത്. അപ്പോൾ ഈ 2 വിഭവങ്ങളും തയ്യാറാക്കി നോക്കുക, ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.